ഹലോ, ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പീലിമോളുടെ രാവിലെ മുതൽ ഉച്ച വരെയുള്ള കാര്യങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. പീലിമോൾക്ക് ഇന്ന് അംഗനവാടി ഉണ്ട്. അവൾക്ക് അംഗനവാടി കൊണ്ടുപോകാനുള്ള ചൂടുകളും വാട്ടർ ബോട്ടിലാക്കി വെക്കുന്നുണ്ട്. പീലിമോൾ എഴുന്നേറ്റിട്ടുണ്ട്. ഹായ് പറഞ്ഞേ. ഹായ് പറ. കുറുക്ക് കുടിക്കാൻ പോണേ കേട്ടാ. പീലിമോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ബെഡ് കോഫിക്ക് പകരം ഒരു ബോട്ടിൽ കുറുക്ക് കുടിക്കും. അപ്പോൾ ദേ പീലിമോൾക്ക് അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ദേ അവളെ പല്ല് തേപ്പിക്കുവാണ്. പല്ല് തേപ്പിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. എന്ന് വെച്ചാൽ പേസ്റ്റ് എടുക്കുമ്പോൾ തന്നെ അവൾ പറയും ഞാൻ തേക്കാമെന്ന് പറയും. അങ്ങനെ ഒരു വിധത്തിൽ പീലിമോളെ പല്ല് തേപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ദേ കുഞ്ഞുവാവയും വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നത്. പീലിമോളെ പല്ല് തേപ്പിച്ച് കഴിഞ്ഞ് കുഞ്ഞുമാവേനെയും പല്ല് തേപ്പിച്ചിട്ടോ. അതൊക്കെ കഴിഞ്ഞ് പീലിമോളെ കുളിപ്പിച്ച് കൊണ്ടുവന്ന് ഇതേ ഡ്രസ്സൊക്കെ മാറുവാണ്. അപ്പോൾ ഇന്ന് പച്ച ഡ്രസ്സാണ് കേട്ടോ അവർക്ക്. അംഗൻവാടിയിൽ ഇപ്പോൾ പോഷന്മാർ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത മാസം 16-ാം തീയതി വരെ എന്തോ ഉണ്ട് പരിപാടി. അപ്പോൾ ഇന്നത്തെ കളർ തീം പറഞ്ഞിരിക്കുന്നത് പച്ചയാണ് കേട്ടോ. അപ്പോൾ പച്ച എന്ന് പറഞ്ഞാൽ ഇന്നലെ വൈകുന്നേരമാണ് ഗ്രൂപ്പിലിട്ടത്. പച്ച എന്ന് പറഞ്ഞപ്പോൾ ഒരു 2-3-4 ഉടുപ്പ് അവൾക്കുണ്ട്, 4 ഫ്രോക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഒരെണ്ണം ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ അതേ ഒരു 3 എണ്ണം ബാഗിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേതാണോ ബാക്കിയുള്ള കുട്ടികളായിട്ട് മാച്ച് ചെയ്യുന്നത് അത് ഇടിക്കാമെന്ന് വിചാരിച്ച് ബാഗിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ കണ്ണെഴുതി പിരികൊക്കെ എഴുതി പൊട്ടൊക്കെ തൊടിച്ചു പൗഡറൊക്കെ ഇട്ട് കൊടുത്തു. അങ്ങനെ അതേപോലെ ഒരുക്കി സെറ്റാക്കിയിട്ടുണ്ട്. ചന്ദനം കൂടി വേണമെന്നാണ് കേട്ടോ പീലിമോള് പറയുന്നത്. പിന്നെ ഇതേ കുഞ്ഞാവവിടെ നിൽക്കുന്നുണ്ട്. അവൾക്കും കണ്ണെഴുതി പൊട്ട് പൊടിയിച്ച് കൊടുക്കാൻ പറയുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ രണ്ടുപേർക്കും ഫുഡ് കൊടുത്തു. അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ കഴിക്കാനായിട്ട് ചോറും വാഴച്ചുണ്ട് തോരനുമായിരുന്നു കേട്ടോ. അതൊക്കെ കൂട്ടി രണ്ടുപേർക്കും കൊടുത്തു. അങ്ങനെ ഇതേ ഞാനും കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഈ ബാഗിനകത്ത് 3 ഡ്രസ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചയാണെന്ന് കളർത്തി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏത് നമ്മൾ ഇട്ടിരുന്നത് പച്ചയാണ്. ഇതിൻ്റെ വേറെ 2 ഇട്ടിട്ടുണ്ട്. 3 ഡ്രസ്സ് ഇട്ടിട്ടാണ്. ഏതെങ്കിലും ഒന്ന് ഇടാം. ഡ്രസ്സിന്റെ കളർ അനുസരിച്ച് ഫ്രൂട്ട്സ് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഗ്രീൻ ആപ്പിളാണ് കൊണ്ടുവരുന്നത്. ഗ്രീൻ ആപ്പിളാണ് കൊണ്ടുവരുന്നത്. അതും കൂടി എടുക്കുന്നുണ്ട്. പിന്നെ വാട്ടർ ബോട്ടിലേക്ക് അപ്പൊ നമ്മള് പോവാണ്. അങ്ങനെ നമ്മളിതേ അംഗനവാടി കൊണ്ടുപോകാനായിട്ട് മേടിച്ച് വെച്ച ഫ്രൂട്ട്സും ബാഗും പിന്നെന്താ വാട്ടർ ബോട്ടിലൊക്കെ ആയിട്ട് ഇറങ്ങുവാണ്. അങ്ങനത്തെ പീലിമോൾ അങ്കിക്ക് ടാറ്റയൊക്കെ കൊടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പോകുന്ന ഒരു അമ്പലത്തിലും കൂടെ ഇന്ന് കയറി തൊഴുന്നുണ്ട്. പീലിമോളുടെ അംഗനവാടിയിൽ പോഷൻ ഷോ പ്രവർത്തനത്തോടനുബന്ധിച്ച് ഇന്നത്തെ കളർ തീം പറഞ്ഞിരിക്കുന്നത് ഗ്രീനാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഗ്രീൻ ഡ്രസ്സും ഇട്ടിട്ട് പോകണം. പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു ഗ്രീൻ കളർ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ വെജിറ്റബിൾസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വാങ്ങിയത് ഗ്രീൻ ആപ്പിളാണ്. ആകെ 2 മാത്രം കൊണ്ടുപോകുന്നുള്ളൂ. കുഞ്ഞുങ്ങളെ ഈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാനും അത് കഴിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങളൊക്കെ പറഞ്ഞ് കുഞ്ഞുങ്ങളെ മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് കൊണ്ടുവരാൻ പറഞ്ഞത്. അങ്ങനെ ഞങ്ങളിതേ അമ്പലത്തിൽ കയറി തൊഴുത് കുറിയും കാര്യങ്ങളൊക്കെ തൊട്ടിട്ട് ഞങ്ങൾ നേരെ അംഗനവാടിയിലേക്ക് പോവുകയാണ്. പത്ത് മണിയായപ്പോഴേക്കും ഞങ്ങൾ അംഗനവാടിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളെല്ലാവരും പീലിമോളെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പച്ച കളർ ഡ്രസ്സാണ്. ബാക്കിയുള്ള കുഞ്ഞുങ്ങളൊക്കെ തത്തപ്പച്ച ആ ഒരു ഷെയ്ഡാണ് കേട്ടോ. പക്ഷെ പീലിമോളുടെ നല്ല ഡാർക്ക് പച്ചയായിപ്പോയി. അപ്പോൾ നമ്മുടെ ഹെൽപ്പറായ ശാന്ത ടീച്ചറും പച്ച കളർ ഡ്രസ്സിലാണ്. ഫുഡ് പാകം ചെയ്യുന്ന തിരക്കിലാണ് കേട്ടോ ടീച്ചർ. അതൊക്കെ കഴിഞ്ഞത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ തുടങ്ങി. ഞങ്ങളവിടെ 10 ആകുമ്പോഴാണ് എത്താറ്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ന്യൂട്രിൻ ലഡു ആണ്. ഈ ന്യൂട്രിൻ ലഡു അരി, കടല, റാഗി, എള്ള്, ശർക്കര ഇത്രയും ചേർത്ത് ഉണ്ടാക്കിയതാണ് കേട്ടോ. വളരെ ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. ഒരു ലഡു എനിക്കും ടേസ്റ്റ് ചെയ്യാനായിട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതേ നമ്മൾ എല്ലാവരും കൊണ്ടു ചെന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ മേശപ്പുറത്ത് വെച്ചു. പിന്നെ ഇതേ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് എല്ലാ ടീച്ചറും കുഞ്ഞുങ്ങളും എല്ലാവരും നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ.
അതിനുശേഷം ഉച്ചഭക്ഷണമായിരുന്നേ. അപ്പോൾ ഇന്നത്തെ ഫുഡ് മെനു അനുസരിച്ച് ഇന്നത്തെ ലഞ്ച് വെജിറ്റബിൾ പുലാവായിരുന്നു. ഇതിൽ വെജിറ്റബിൾ പുലാവ്, മുട്ട, റൈത്ത. അപ്പോൾ ഇതിലടങ്ങിയിരിക്കുന്നത് അരി, മല്ലിയില, ക്യാരറ്റ്, ബീൻസ്, ഉള്ളി, ഉരുളക്കിഴങ്ങ്, പിന്നെന്താ സോയ, തൈര്, ഇത്രയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ കുഞ്ഞുങ്ങൾക്ക് ഊർജ്ജവും മാംസ്യവും ഒക്കെ നൽകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പീലിമോൾ ഇപ്പോൾ എല്ലാ കുട്ടികളുടെയും ഒപ്പം ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ശനിയാഴ്ച വൈകുന്നേരം ധാന്യപ്പായസമാണ്. ഇത് അരി, റാഗി, ശർക്കര, നിലക്കടല, തേങ്ങാപ്പാൽ ഇത്രയും ചേർത്തുണ്ടാക്കുന്നതാണ്. അത് ഞങ്ങൾ കഴിക്കാൻ നിന്നില്ല. ഞങ്ങൾ ഉച്ചക്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ വീട്ടിലേക്ക് തിരിച്ച് പോരും കേട്ടോ. അപ്പോൾ ഞങ്ങളിത് ഊണൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ച് പോരുവാണേ. അപ്പോൾ ഇതേ പീലിമോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ് എന്ന് പറ. അങ്ങനെയല്ല, ബായ്, ടാറ്റാ, ഉമ്മ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ. പറഞ്ഞേ, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ. മറക്കല്ലേ കേട്ടോ, മറക്കല്ലേ കേട്ടോ.